നിങ്ങളിപ്പോൾ കണ്ടു നിർത്തിയ വീഡിയോ ഉണ്ടല്ലോ, ഇത് ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ഒരു വീഡിയോ ആണ്. ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ്. സംഭവം എന്തെന്നാൽ, നമുക്കറിയാം ഈ പോയ വർഷത്തെ തൃശ്ശൂർ പൂരം അത് വല്ലാണ്ട് മുടങ്ങി ഒരു അലങ്കോലപ്പെട്ട് നടന്നു തീർന്ന ഒരു തൃശ്ശൂർ പൂരമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആരൊക്കെയാണ് അതിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. കേസന്വേഷണ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പൂര കമ്മിറ്റിക്കാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയിൽ മുടങ്ങിയിരുന്ന വെടിക്കെട്ട് അവസാനം വെളുപ്പാങ്കാലത്ത് നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം, ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് CPM സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്നിരുന്ന സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. അതുപോലുള്ള സെയിം സാഹചര്യം തന്നെയാണ് അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരനും പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സുനിൽകുമാറും മുന്നോട്ട് വരുന്നത്. ഇതിലെല്ലാവരും ഉന്നയിക്കുന്ന ഒറ്റ കാര്യം, ഇതിൽ പോലീസുകാർ സംഘപരിവാറിന്റെ പണിയെടുത്തുകൊണ്ട് സംഘപരിവാറിന് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപി ഈ പൂരം അലങ്കോലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് വന്നത് സേവാഭാരതി എന്ന് പറയുന്ന അവരുടെ ആംബുലൻസിലാണ് അവിടേക്ക് വന്നിറങ്ങിയത്. K. രാജൻ എന്ന് പറയുന്ന മിനിസ്റ്റർ വരെയും ആ തൃശ്ശൂർ സ്ഥലത്തുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരണ്ട IPS ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങോട്ട് വരേണ്ട സാഹചര്യമില്ല, കാരണം വളരെ ബ്ലോക്കാണ്, വന്നു പോകാൻ പാടാണ്. അതുപോലെ ഉള്ള നിരവധി കാര്യങ്ങളാണ് കളക്ടർ ഉൾപ്പെടെ K. രാജനോട് പറഞ്ഞിരുന്നത്. അതുപോലെ നിരവധി നേതാക്കന്മാരോട് ഇതേ അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. സുനിൽകുമാർ വരെയും 3 മണിക്കൂറോളം കാത്തുനിന്നതിന് ശേഷം പതിയെ നടന്നാണ് വരേണ്ടി വന്നത്. അവിടെ നിന്നും എന്തുകൊണ്ടാണ് മിനിസ്റ്റർ അല്ല, MLA അല്ല, MP അല്ലാത്തൊരു വ്യക്തി സേവാഭാരതിയുടെ വാഹനത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ സംഘപരിവാറിന്റെ ചില അജണ്ടകൾ നടത്തിയെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി വന്നിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത്രയും വലിയ ഒരു പരിപാടി മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിലകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ ആരുടെ നേട്ടമായിട്ടാണ് വിശ്വാസികൾ എടുക്കേണ്ടത്? അത് സുരേഷ് ഗോപി വന്നതുകൊണ്ട് ശരിയായി എന്നുള്ള ഒരു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. ഇതിൽ ആരുടെയൊക്കെയോ കൈകളുണ്ട്. സുരേഷ് ഗോപി ആനയിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു പ്രവർത്തകൻ ഹിന്ദുത്വ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് RSSന്റെ ഒരു നേതാവ് അല്ലെ BJPയുടെ ഒരു നേതാവിന് വരാനുള്ള വഴി ഒരുങ്ങി കൊടുത്തു? അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്കോ നേതാക്കന്മാർക്കോ അവരെ ഒന്നും വിളിച്ച് ഈ കാര്യം പരിഹരിക്കാനത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതിന് ആരും ഒരു വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ ഇതിന് കേസ് അന്വേഷണ ഒരു ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യേക കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരള ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ സംഘപരിവാറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില നേതാക്കന്മാരും ചേർന്നുകൊണ്ട് ഇതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതുകൊണ്ട് BJPക്ക് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. സുരേഷ് ഗോപിയെ പോലുള്ള അവിടെ സംശയ മുനയിൽ നിൽക്കുന്ന ഒരു മറ്റൊരു വ്യക്തിയുണ്ട്, ADGP MR അജിത് കുമാർ. ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാർ നിലവിൽ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു MR അജിത് കുമാറിനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള
വാദമാണ് PV അൻവർ MLA സഹിതം അതുപോലെ തന്നെ സുനിൽകുമാർ സഹിതം ഉന്നയിച്ചിരിക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും MR അജിത് കുമാറിനെ ഇപ്പോൾ സർവീസിൽ തുടർന്ന് ഇരുത്തിക്കൊണ്ട് തന്നെ കേസൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയൊക്കെ ഏൽപ്പിക്കുന്നത് കണ്ടു. അതൊക്കെ എത്രത്തോളം ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.